അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് വിജ്ഞാപനം വരുന്നു ആൻഡ് 238 വേക്കൻസീസ് ആണ് ഈ ഒരു സമയം അതിൽ ഇൻഫോംഡ് ആയിട്ട്. സോ FIUGP ഇപ്പോൾ സെക്കൻഡ് ഇയർ ആയിട്ടുള്ളവരാണുള്ളത്. ഞാൻ കൂടുതൽ മുമ്പോട്ടേക്ക് പോകുമ്പോൾ FIUGP കോഴ്സുകൾ കൂടും. അപ്പോൾ കൂടുതൽ ഫാക്കൽറ്റീസിന് ഉറപ്പായിട്ടും വേണ്ടി വരും. അതെ അതെ, ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്താണ് ഒരു മാസം വരുന്നത്. ബേസ് പേ 57,000 നിന്നും 65,000 വരും. ഈ പ്രൊപ്പോർഷനിൽ തന്നെ HRIയും DAയും ഉയരും. അപ്പോൾ 1,10,000 എന്നുള്ളത് ക്യാൻ ഗോ അപ് ടു 1,45,000 or 40,000 റുപ്പീസിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധ്യതയുള്ള വർഷം കൂടിയാണിത്. അത് ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പേ സ്കെയിൽ തന്നെയാണ്, ഒരു സംശയമില്ല. അവിടെ ആദ്യം മനസ്സിലാക്കുക, വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷന് മുൻപായിട്ടുള്ള ലാസ്റ്റ് നെറ്റ് എക്സാം റിസൾട്ട് വരും എന്നുറപ്പുള്ള ലാസ്റ്റ് എക്സാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ട്രാക്കർ. ഞാൻ ശ്രീകല. വളരെ സന്തോഷകരമായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോയുമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് വിജ്ഞാപനം വരുന്നു ആൻഡ് 238 വേക്കൻസീസ് ആണ് ഈ ഒരു സമയം അതിൽ ഇൻഫോംഡ് ആയിട്ട്. ഇന്നത്തെ പത്രവാർത്തയാണ്, മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്തയാണ്. നിങ്ങൾ ഒരുപാട് പേര് അറിഞ്ഞു കാണും. സർ, എന്തൊക്കെയാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യം? നമുക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് 238 വേക്കൻസികൾ കറന്റ് റിപ്പോർട്ടഡ് ആണ് ആൻഡ് ഇറ്റ് ഈസ് സബ്ജക്ട് ടു ഗ്രോ. അതായത് ഇനി 238 കൂടുതൽ വേക്കൻസികൾ വരാം. ആൻഡ് ഇത് കഴിഞ്ഞ തവണ എക്സ്ട്രാ എന്ന് കണക്കാക്കിയിരുന്ന 90 ഇൻക്ലൂഡ് ചെയ്ത് അതിനപ്പുറം പുതിയ വേക്കൻസി ആയിട്ട് 48 പുതിയ വേക്കൻസികളായിട്ട് അത് മാറ്റി. അതിന് പുറമെ 48 വേക്കൻസികൾ, അതിനുശേഷം റിട്ടയർമെന്റ് വേക്കൻസീസ് വാടി 238 വേക്കൻസീസ് ആണ് കറന്റ് ഉള്ളത്. അതായത് തീർച്ചയായിട്ടും അത് കൂടുമല്ലോ അല്ലെ. അപ്പൊ കുറച്ചധികം നാളുകൾക്ക് ശേഷം വരുന്ന നോട്ടിഫിക്കേഷൻ ആണ്. ഇനി ഇതിന്റെ നമ്മൾ എന്തിനാണ് ഇതിനുവേണ്ടി കാത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും കോളേജിൽ പഠിപ്പിക്കുക എന്നുള്ളൊരു വലിയൊരു സ്വപ്നവുമായിട്ടാണ്. ഇതിന്റെ യോഗ്യത, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വലിയൊരു മിത്ത് ഇതിന്റെ പുറകിലുണ്ട്. എല്ലാവരും വിചാരിക്കുന്നത് PhD ഉള്ളവർക്കായിരിക്കും മുൻതൂക്കം വരുന്നത്. അല്ല, ഒരിക്കലുമല്ല. PG plus PhD and PG plus NET is equally valid for applying for assistant അതായത് professor. നമുക്ക് കോളേജിൽ പഠിപ്പിക്കാൻ PhD നിർബന്ധമില്ല. അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് എന്നുള്ള രീതിയിൽ നമ്മുടെ നെറ്റ് ക്വാളിഫൈഡ് ആയാൽ മാത്രം മതി. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നോക്കാം അത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആവുന്നത്. അതിന്റെ പേ സ്കെയിലും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. നമുക്ക് ആദ്യം തന്നെ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത് 2019, 20 വർഷങ്ങളിലായിട്ടാണ് വന്നിട്ടുള്ളത്. ആ എന്താണ് നമ്മളുടെ റാങ്ക് ലിസ്റ്റ് എഫക്റ്റിലേക്ക് എത്തിയിട്ടുള്ളത് 23-ലാണ്. ആ റാങ്ക് ലിസ്റ്റ് തീരുന്ന വർഷമാണിന്ന് ഉള്ളത്. പിന്നെ കഴിഞ്ഞ തവണ വന്നതെല്ലാം പല സമയങ്ങളിലായിട്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നതും പല സമയത്തായിട്ടായിരുന്നു റാങ്ക് ലിസ്റ്റ് വന്നതും. അതുകൊണ്ട് തന്നെ ഇത്തവണ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ള ഈ ഡിസംബറിൽ HSST വിളിച്ചു. 2026 ഡിസംബറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നതാണ് ഉറപ്പായിട്ടും അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ആയിരിക്കും. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊക്കെ വിളിച്ചാൽ ഉടനെ പരീക്ഷ നടക്കുക എന്നൊരു കോമൺ തോട്ട് പ്രോസസ് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് പരീക്ഷ വിളിച്ചിട്ട് കുറച്ച് നാളുകളായി. അതിനിടയ്ക്ക് വന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് PSCയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മാറ്റങ്ങളുടെ ഒരു സമയമാണ്. ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന് കൃത്യം 6 മാസത്തിനുള്ളിൽ പരീക്ഷകൾ നടക്കുന്നുണ്ട് അല്ലെ, റിസൾട്ടുകൾ കൃത്യമായി വരുന്നുണ്ട്, നിയമനങ്ങൾ നടക്കുന്നുണ്ട്. സോ വളരെ ക്രൂഷ്യമായ മാറ്റത്തോടു കൂടി തന്നെയാണ് PSC ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2023 നിലവിൽ വന്നിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് 2026 തീരും. 2026 നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് നോട്ടിഫിക്കേഷൻ വരും. 2027 ഇതിന്റെ പ്രോസസ്സും തീരും. ആ വർഷം അവസാനത്തോടു കൂടി നമുക്ക് ഇതിന്റെ റിസൾട്ടും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇത് കണ്ടോ, 2026 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മളുടെ നിലവില് ഉള്ളത് 66 ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളാണ്. എല്ലാ യൂണിവേഴ്സിറ്റീസും കൂടി കൂട്ടിയിട്ട് 66 ഗവൺമെന്റ് കോളേജുകൾ മാത്രമാണുള്ളത്. അതിൽ 7 സ്പെഷ്യൽ ഗ്രേഡ് കോളേജുകളാണ്. സാൻസ്ക്രിറ്റ് കോളേജുകൾ വേറെയുണ്ട്. ഫൈൻ ആർട്സ് ആൻഡ് മ്യൂസിക് കോളേജുകളും ഈ 66 കോളേജുകൾക്കുള്ളിൽ ഉൾപ്പെടുന്നതാണ്. ഇവിടേക്കെല്ലാമുള്ള ടീച്ചേഴ്സിനെ ഒറ്റ ഗേറ്റ് വേ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് കേരള PSC. എക്സാക്ട്ലി. യെസ്. എന്തുകൊണ്ട് കേരള PSC ഡിഫറെൻ്റ് ആകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബാക്കി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെക്കാട്ടിലും ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 28% നാഷണൽ ആവറേജ്. പക്ഷെ കേരളത്തിലേത് 41.3%. ഈ ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ കുക്കപ്പ് ചെയ്ത ഡേറ്റ അല്ല. ഓൾ കേരള ഹയർ എഡ്യൂക്കേഷൻ സർവേ AKHES 2021-22 നടത്തി 24 പുറത്തുവിട്ടിരിക്കുന്ന ഡേറ്റയാണിത്. അപ്പോൾ ഇത്രയും ഗവൺമെന്റ് കോളേജുകളിലേക്ക് ഈ 6 വർഷത്തിനുള്ളിൽ ഉണ്ടായേക്കുന്ന വേക്കൻസികളും കൂടുതലാണ്. പുതുതായിട്ട് ആഡ് ചെയ്യപ്പെടുന്ന കോഴ്സുകൾ ഇത്തവണ നമ്മൾ നോട്ടിഫിക്കേഷനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. 4 year UG പ്രോഗ്രാം FIUGP വന്നു കഴിയുമ്പോൾ അവിടെ കൂടുതൽ അധ്യാപകരെ വേണ്ടി വരും എന്ന ശുപാർശയ്ക്ക് മുകളിലാണ് ഈ ചർച്ച നടന്നിട്ടുള്ളതും ഈ തീരുമാനമെടുക്കുവാനായിട്ട് നമ്മുടെ മന്ത്രിസഭ ചേർന്നിട്ടുള്ളത്. സോ FIUGP ഇപ്പോൾ സെക്കൻഡ് ഇയർ ആയിട്ടുള്ളവരാണുള്ളത്. ഞാൻ കൂടുതൽ മുമ്പോട്ടേക്ക് പോകുമ്പോൾ FIUGP കോഴ്സുകൾ കൂടും. അപ്പോൾ കൂടുതൽ ഫാക്കൽറ്റീസിന് ഉറപ്പായിട്ടും വേണ്ടി വരും. അങ്ങനെ നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല,
നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതിന്റെ പേ സ്കെയിൽ തന്നെയാണ്. കറണ്ട് പേ സ്കെയിൽ എന്ന് പറയുന്നത് 90,000-നും 1,10,000-നും ഇടയിലാണ് നമ്മളുടെ കറണ്ട്. യുജിസിയുടെ ഏറ്റവും സെക്കൻഡ് ഹയസ്റ്റ് പേ സ്കെയിലാണ് യുജിസി ലെവൽ 10 പേ സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ, PG കഴിഞ്ഞു, BEd വേണ്ട അല്ലെ, BG കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥി നെറ്റ് പ്രോപ്പർലി ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്താണ് ഒരു മാസം വരുന്നത്. അത് ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പേ സ്കെയിൽ തന്നെയാണ്, ഒരു സംശയവും അല്ലെ. ഇത് ഇപ്പോഴുള്ള പേ സ്കെയിൽ. നമുക്ക് ഗസ്റ്റിലേക്ക് വരാം. നമുക്ക് 2026 പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു 2026 ഈസ് ക്രൂഷ്യൽ ഫോർ PG നെറ്റ് ആസ്പിരൻസ് എന്ന് പറയുന്നത്. കാരണം 8th പേ കമ്മീഷൻ പ്രകാരം നമുക്ക് UGC ലെവൽ 10 പേ സ്കെയിൽ കൂട്ടുവാനായിട്ടുള്ള ബേസ് പേ 57,000 നിന്നും 65,000 വരും. ഈ പ്രപ്പോർഷനിൽ തന്നെ HRAയും DAയും ഉയരും. അപ്പോൾ 1,10,000 എന്നുള്ളത് ക്യാൻ ഗോ അപ് ടു 1,45,000 or 40,000 റുപ്പീസിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധ്യതയുള്ള വർഷം കൂടിയാണിത് 2026 എന്ന് പറയുന്നത്. അതായത് ഈ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ക്വാളിഫൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത് റിവൈസ്ഡ് പേ സ്കെയിലാണ് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം. ഇനി അതുപോലെ തന്നെയാണ് നമുക്ക് ഗസ്റ്റ് ലെക്ചറേഴ്സിന്റെ കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ഈ പേ സ്കെയിൽ തന്നെ 2025 ജൂണില് ഈ പേ സ്കെയിൽ റിവൈസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് എന്ത് അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിന്റെ പെർമനന്റ് പേ സ്കെയിലും റേസ് ചെയ്യുന്നത്. കാരണം 1,800-ൽ നിന്നും 2,200-ലേക്കാണ് പെർ ഡേ ഉള്ള റെമ്യൂണറേഷൻ കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ മന്ത്ലി ക്യാപ്പ് എന്ന് പറയുന്നത് 40,000-ൽ നിന്നും 50,000-ലേക്ക് ഉയർത്തി. ഇത് നെറ്റുള്ളവർക്ക്. നെറ്റ് ഇല്ലാത്ത UGC കോളേജിലെ ഗസ്റ്റ് ലെക്ചറേഴ്സിന് 1,800 പെർ ഡേയും 45,000 പെർ മന്തിലേക്ക് എത്തിക്കുക. എങ്ങനെ നോക്കിയാലും കോളേജിൽ പഠിപ്പിക്കാനായിട്ട് നമുക്ക് മിനിമം, അതായത് നിങ്ങൾ ഗസ്റ്റ് ആയിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ 50,000 രൂപയുടെ അടുത്ത് നമ്മുടെ പാക്കേജ് വരുവാണ്. അത് ഇന്നത്തെ കാലത്ത് PG കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ആരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പാക്കേജ് തന്നെയാണ് അല്ലെ. ഇനി ഈ പാക്കേജിലേക്ക് എത്തണമെങ്കിൽ നമ്മളറിയാം, നമുക്ക് ഏതൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടൊരു സ്കിൽ സെറ്റ് വേണം അല്ലെ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ ഫുൾഫിൽ ചെയ്തിരിക്കണം. ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഏറ്റവും വലിയൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് PG പ്ലസ് നെറ്റ് ആണ് അല്ലെ. അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് നെറ്റ് നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എത്ര പേര് അത് ക്വാളിഫൈഡ് ആണ്. ഒരു നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കുന്ന കാര്യം എന്താണ്, നമുക്കിത് പറ്റുമോ അല്ലെ, നമുക്കിത് നടക്കും. നെറ്റൊക്കെ നടക്കുന്ന കേസാണോ ഇനിയുള്ള സമയം കൊണ്ട്. അവിടെ ആദ്യം മനസ്സിലാക്കുക, വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷന് മുൻപായിട്ടുള്ള ലാസ്റ്റ് നെറ്റ് എക്സാം, റിസൾട്ട് വരും എന്നുറപ്പുള്ള ലാസ്റ്റ് നെറ്റ് എക്സാം. അപ്പോൾ ജൂണിലൊരു നെറ്റ് കൂടി നടക്കില്ല എന്നൊക്കെ നമുക്ക് പറയാം. ബട്ട് നെറ്റ് എക്സാം ആണ്. ഒരുപാട് ഇപ്പൊ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യത്തെ CSIR ഇഷ്യൂസ് വന്നു. CSIR എക്സാം കുറച്ചുകൂടെ പ്രിസൈസ് ആക്കുകയും ചെയ്തത്. കാരണം December 18 നടത്തിയ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നത് December 30 വെറും 12 ദിവസം കൊണ്ട് പ്രൊവിഷണൽ ആൻസർ കീ വന്നു. നമ്മൾ ഈ ആഴ്ച എപ്പോൾ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, ഫൈനൽ ആൻസർ കീ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമ്മൾ CSIR നെറ്റ് എക്സാമിന്റെ. അപ്പോൾ എങ്ങനെ പോയാലും ജൂണിൽ നമ്മുടെ UGC നെറ്റ് പരീക്ഷ നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജൂലൈയിൽ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കും. ആൻഡ് എന്തുകൊണ്ട്? കാരണം ഡിസംബറിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഡിസംബറിലെ എക്സാം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സർട്ടിഫൈഡ് ആവാൻ വേണ്ടിയിട്ട് ജനുവരി വരെ കാത്തിരിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഇന്നലെയാണ് നമ്മുടെ 2025 ഡിസംബറിലെ പരീക്ഷ കഴിഞ്ഞത്. കാരണം നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത എന്താണ്? നോട്ടിഫിക്കേഷൻ വരുമ്പോഴുള്ള ക്വാളിഫിക്കേഷൻ ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പല്ല, നോട്ടിഫിക്കേഷൻ ഡേറ്റിന് മുമ്പ് നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം അല്ലെ. സോ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം സ്വപ്നം കാണുമ്പം ആദ്യം നമുക്ക് നെറ്റിലേക്ക് എത്തണം അല്ലെ. അപ്പൊ ഈ നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്ന ഒരിക്കലും ബാലികാറാമലയൊന്നും അല്ല. കാരണം വളരെ ഈസി ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടൊരു സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾ ഇന്നു മുതൽ പഠിച്ചു തുടങ്ങിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെറ്റ് എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റും. കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസിലൂടെ, കൃത്യമായിട്ടുള്ള സിലബസ് കവറേജിലൂടെ, ഫോക്കസ് ഏരിയാസ് മനസ്സിലാക്കി പഠിക്കുന്നതിലൂടെ ഒക്കെ നമുക്ക് ഈ ഒരു എക്സാമിലേക്ക് എത്താൻ സാധിക്കും. ഏറ്റവും വലിയ എക്സാമ്പിളാണ്. കാരണം വെറും 10 ദിവസം കൊണ്ട് ഡിസ്റ്റന്റ് ആയിട്ട് PG ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ JRF മേടിച്ച ആളാണ്. അപ്പം ആ ഒരു എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. പഠിക്കാൻ പറ്റില്ല എന്നൊരു പ്രിജുഡിസത്തോടു കൂടി ഇതിന് ഒരിക്കലും കാണരുത്. കൃത്യമായിട്ട് പഠിക്കുക. വീണ്ടും പറയുന്നു, വരാനിരിക്കുന്ന അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് നോട്ടിഫിക്കേഷന് മുൻപായിട്ടുള്ള ലാസ്റ്റ് നെറ്റ് എക്സാം ആണ് നമുക്ക് ഇനി നടക്കാൻ പോകുന്നത്. 2026 ജൂണിലെ പരീക്ഷ. യെസ്, നോട്ടിഫിക്കേഷൻ വരാൻ ഇനിയും സമയമുണ്ട്. മക്കളെ പഠിച്ചു തുടങ്ങുക. കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് UGC CSIR മേഖലയിൽ CC വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഒരുപാട് റിസൾട്ടുകൾ വാരിക്കൊട്ടി അഫ്രാസിനെ പോലെ ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളുടെ വെൽവിഷസോട് കൂടി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ ബാച്ച് CSIR-ലും അതുപോലെ തന്നെ UGC നെറ്റിലും ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ 180 ഡേ ലോങ് ബാച്ച് ആണ്.
നിങ്ങൾക്ക് ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം, നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നോളജ് മുതൽ നിങ്ങളുടെ ബേസ് ബിൽഡ് ചെയ്ത് എക്സ്പെർട്ട് ലെവലിലേക്ക് നിങ്ങൾക്കൊരു സബ്ജക്ട് നോളജ് ഡെവലപ്പ് ചെയ്യണം, നിങ്ങൾക്ക് PYQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, നിങ്ങൾക്ക് കൂടുതൽ ഇൻഡെപ്ത് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ നിങ്ങൾക്ക് സബ്ജക്ട് നോളജ് ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യാനും തയ്യാറെടുക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ക്യൂറേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ ലോങ് ബാച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, 8086881144 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യും. ആൻഡ് ഓഫ് കോഴ്സ് താഴെ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്താൽ മാത്രം മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഈ ജൂഡി നിങ്ങൾക്ക് നെറ്റ് മേടിച്ചെന്നേക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി, നമ്മുടെ ഫ്രീ ഗ്രൂപ്പുകളുടെ ലിങ്ക് ഇതിനോടകം പിൻ ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റ്സുമായിട്ട് ആദ്യം നിങ്ങളിലേക്ക് എത്തുക. CC ലേണിംഗ് ആപ്പ് തന്നെയായിരിക്കും. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ. താങ്ക് യു.